നമസ്കാരം. എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി മന്ത്ര മീഡിയയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം, അതായത് എന്തിനെക്കുറിച്ചാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു യാത്രയെക്കുറിച്ചാണ്. ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. മറ്റൊന്നല്ല, നമ്മുടെ ഇന്ന് എനിക്ക് അട്ടപ്പാടി അഗളി വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. ഔദ്യോഗികമായിട്ട് അഗളി വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങോട്ട് അവിടെ പോകുന്ന സമയത്ത് അവിടുത്തെ റോഡുകളുടെ അവസ്ഥ മോശം റോഡൊന്നല്ല, അത് നല്ല റോഡുകളാണ്. ഭയങ്കര തിരിച്ചും വളവും ഉള്ള ഭയങ്കര റോഡാണ്. പക്ഷേ എന്താണെന്നറിയില്ല, അത് എത്രയോ വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുന്നതാണ്. ഈ റോഡ്സ് ഇതിൽ നമ്മൾ പോകുന്ന സമയത്ത് ചുറ്റും വലിയ വലിയ ഗർത്തങ്ങളാണ്. അതായത് എന്താ പറയുക, വലിയ വലിയ 300 അടി 400 അടി താഴ്ചയുള്ള സ്ഥലങ്ങളിൽ കൂടെയാണ് ഈ ബസ് പോകുന്നത്. അവിടെ ചില സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ ഈ സുരക്ഷാ വേലി പറഞ്ഞാൽ അത് കാര്യമില്ല, ചെറിയ വേലികളാണ്. സുരക്ഷാ മതിലോ കാര്യപ്പെട്ടൊന്നുമല്ല. പക്ഷേ അവിടെ നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ആ യാത്ര വല്ലാത്തൊരു അപകടം പിടിച്ച യാത്രയാണ്. ഒരു സുരക്ഷാ മതിലോ ഒന്നുമില്ല. ഇത്രയും കാലം ഒരു അപകടവും ഇല്ലാതിരുന്നത് നമ്മളുടെ ഡ്രൈവർമാരുടെ കഴിവ് കൊണ്ടും ഭാഗ്യം കൊണ്ടും മാത്രമാണ്. അത് യാത്ര ചെയ്താൽ കാണാൻ പറ്റും. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം, യാത്രയെ കുറിച്ചുള്ളത്. അവിടുത്തെ റോഡുകളിൽ വലിയ വലിയ എത്ര താഴ്ചയാണ്, എനിക്ക് ഫുള്ളായിട്ട് കറക്റ്റായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. എന്നാൽ കുറച്ചൊക്കെ കണ്ടാൽ മനസ്സിലാവും. ഒരു 300-400 അടിയോളം താഴ്ചയുള്ള സ്ഥലങ്ങളിൽ കൂടെയാണ്. ഒന്ന് മിസ്സായാൽ ബസ് അഡ്രസ്സ് പോലും ഉണ്ടാകില്ല, പൊടി പോലും ഉണ്ടാകില്ല എടുക്കാൻ. അത്രയും താഴ്ചയുള്ള സ്ഥലങ്ങളിൽ കൂടെയാണ് ബസ് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുവരെ അപകടം ഇല്ലാതിരുന്നത് നമ്മളുടെ ഡ്രൈവർമാരുടെ ഒരു കഴിവ് കൊണ്ടും, ഡ്രൈവർമാർ സമ്മതിച്ചു കൊടുത്തണം അവരെ. അത്രയും ടാലൻ്റഡ് ആയിട്ടുള്ള ഡ്രൈവർമാരാണ്. ഡ്രൈവർമാരുടെ കഴിവ് കൊണ്ടും ഭാഗ്യം കൊണ്ടും അതുപോലെ യാത്രക്കാരുടെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇതുവരെ അവിടെ ഒന്നും സംഭവിക്കാതിരുന്നത്. കണ്ടു നമുക്ക് അത്ര ഒരു ചെറിയൊരു ഒന്ന് പറ്റിയാൽ
അഡ്രസ്സ് പോലും ഉണ്ടാകില്ല, പൊടി പോലും കാണാൻ പറ്റില്ല. അത്രയും താഴ്ചയുള്ള സ്ഥലങ്ങളാണ്, 300 അടി 400 അടി സ്ഥലങ്ങളാണ്. അവിടെ എന്തുകൊണ്ടെന്നറിയില്ല, അവിടെ ശ്രദ്ധിക്കാതെയാണോ, അവിടെ അട്ടപ്പടി എന്ന് പറയുന്നത് ഈ ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽ ഈ എന്താ പറയുക, വനവാസികൾ ഇരിക്കുന്ന അവരുടെ സ്ഥലം ആയതുകൊണ്ടാണോ അവിടേക്ക് വലിയ പ്രാധാന്യം കൊടുക്കാത്തത്? പ്രാധാന്യം കൊടുക്കാത്ത വികസനത്തിൻ്റെ കാര്യത്തിലല്ല, നല്ല വികസനമുള്ള സ്ഥലമാണത്. നല്ല വികസനം ഉണ്ടായിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒരു 10 വർഷം മുമ്പ് പോകുന്ന സമയത്തും ഇപ്പോൾ പോകുന്ന സമയത്തും നല്ല വികസനങ്ങളുണ്ട്, നല്ല നല്ല കടകൾ വന്നിട്ടുണ്ട്, ഷോപ്പിംഗ് കോംപ്ലക്സ് വന്നിട്ടുണ്ട്, തിയേറ്ററുണ്ട്, ഹോസ്പിറ്റലുണ്ട്, എല്ലാം ഉണ്ട്. അതല്ല, ഇവിടെ ഈ റോഡ് സൈഡ് താഴ്ചയുള്ള സ്ഥലങ്ങളിൽ ഒരു സുരക്ഷാ വേലി പോലും വേണ്ട, ഇല്ല എന്നല്ല, ചെറുത് അതിലും കാര്യമില്ല. വളരെ ശക്തമായിട്ടുള്ള സുരക്ഷാ വേലി, കമ്പികൾ സുരക്ഷാ കമ്പികൾ കൊണ്ട് ആ റോഡിൻ്റെ സൈഡ് എല്ലാം കെട്ടി മൂടി വെക്കണം, മറയ്ക്കണം. അല്ലെങ്കിൽ ഭയങ്കര അപകടമാണ്. നമുക്കത് കണ്ടറിയാൻ പറ്റും. വലിയ ശക്തമായിട്ട് വലിയ എന്താ പറയുക, വലിയ സുരക്ഷാ കമ്പികൾ, സുരക്ഷാ മതിൽ പോലെ ആ ചുറ്റും എത്രയുണ്ട് സ്ഥലങ്ങൾ, അവിടെ എല്ലാം കെട്ടിവെച്ചില്ലെങ്കിൽ വളരെ അപകടമാണത്. ഞാൻ വീണ്ടും പറയുന്നു, ഇതുവരെ അപകടം ഇല്ലാതിരുന്നത് ഡ്രൈവർമാരുടെ കഴിവ് കൊണ്ടും അവരുടെ ഭാഗ്യം കൊണ്ടും അതുപോലെ യാത്രക്കാരുടെ ഭാഗ്യം കൊണ്ട് മാത്രമാണ്. ഒരു 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 ഒന്നുപോലും ഒരു സംഭവം, ചെറിയ സംഭവം പോലും ഇല്ലാതിരുന്നത്. ഒരു സുരക്ഷാ വേലിയില്ല, കാര്യം ചെറുതുള്ളൂ, അതിന് കാര്യമില്ല. ചെറിയ ബൈക്കോ പൊട്ടിപ്പോകുന്ന അത്രേ ഉള്ളൂ, കണ്ടറിയാൻ പറ്റും. അതല്ല അതിനേക്കാൾ വലുതായിട്ട് നല്ല ബലമായിട്ടുള്ള വലിയ കമ്പികൾ കംപ്ലീറ്റ് സൈഡ് മൂടണം. എങ്കിൽ മാത്രമേ അവിടെ പേടിക്കാതെ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ.